പാതിരാത്രി അധ്വാനിച്ചു പഠിക്കുന്ന ഒരു കുട്ടി 12:30 ആയിട്ടും റൂമിലെ ലൈറ്റ് ഓഫ് ആവാത്തത് കണ്ടപ്പോൾ ഉമ്മ പോയിട്ട് മോളോട് പറഞ്ഞു, എന്താ മോളെ? അപ്പൊ മകളുടെ കമന്റ്, എക്സാം ഈസ് വെരി നിയർ, പരീക്ഷ അടുത്തെത്തിയിട്ടുണ്ട്. എനിക്കാണെങ്കിൽ കുറെ പോർഷൻസ് തീരാനുണ്ട്, നാളെയാണെങ്കിൽ ടഫ് എക്സാമാണ്, അതുകൊണ്ട് ഇന്ന് ഉറക്കൊഴിഞ്ഞ് അധ്വാനിക്കുകയാണ്. പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ചിട്ട് തിരിച്ചു പോന്നു. ഭർത്താവിനോട് അഥവാ കുട്ടീന്റെ ഉപ്പാനോട് ഉമ്മ പറയാണ്, ഫാത്തിമ ഇപ്പോഴും പഠിക്കുകയാണല്ലോ, എന്താ ഇപ്പൊ ചെയ്യാ, ഉറക്കൊഴിവാക്കിയിട്ട്. അപ്പൊ ഉപ്പ, ഞാനൊന്ന് പറഞ്ഞോക്കാം, ഫാത്തി വേഗം ഉറങ്ങു മോളെ, രാവിലെ എണീച്ച് പഠിച്ചോളി, മോള് പോട്. അങ്ങനെ പോയി. റൂമിലേക്ക് തിരിച്ചെത്തിയിട്ട് ഈ കുട്ടീന്റെ ഉമ്മനോട് അഥവാ ഇയാളുടെ ഭാര്യനോട് പറയാണ്, ഷി ഹാസ് സ്ലെപ്റ്റ്, അവൾ ഉറങ്ങിയിട്ടുണ്ട്, there is no chance to be. നിങ്ങൾ പോയി നോക്കി നോക്കി, ഉറങ്ങാനൊന്നും സാധ്യതയില്ല. പോയി നോക്കുമ്പോൾ അവൾക്ക് ഉറക്കം വരുന്നുണ്ട്. ബക്കറ്റിൽ വെള്ളം നിറച്ചിട്ട് കാലതിൽ രണ്ടും വെച്ചിട്ട് പിന്നെയും പഠിക്കുകയാണ്. എന്താ കാരണം? ഇറ്റ്സ് ടുമാറോ, നാളെ ആയിട്ടുണ്ട്, ഇനി നമുക്ക് സമയമില്ല. ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ ഇന്നത്തെ സുഖമല്ല, ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ. കുറച്ച് വൈകിയാലും സുഖം നാളെ കിട്ടണമല്ലോ എന്നതാണ് പുതിയ കാലത്ത് ചിന്തിക്കേണ്ടത്. ആ മോക്കറിയാം. അതാണ് ഔലിയാക്കളുടെയും ലൈഫിൽ 40 കൊല്ലം ഇശായിന്റെ വുളുകൊണ്ട് ഒരു സുബീസ്കരിച്ചു എന്ന് പറഞ്ഞാൽ ഉറങ്ങണില്ല. എന്തുകൊണ്ട്? അവർക്ക് നമ്മൾ വിചാരിക്കണ പോലെ ജസ്റ്റ് പാസ്സായിട്ട് ഒരു സ്വർഗത്തിന്റെ പാസ് ടിക്കറ്റ് എൻട്രി കിട്ടിയാൽ പോരാ. പിന്നെ ഇന്നലില്ലാഹി ഇബാദൻ ഫൂത്വന ത്വല്ലഖുദ്ദുന്യ വഹാഫുൽ ഫീതന. അവർക്ക് PhD വേണം. അവർക്ക് വേണ്ടത് സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ അവർക്ക് കിട്ടണം. കുറച്ച് ഡിലേ ആയാലും ആ സുഖം കിട്ടണം. ഇൻസ്റ്റന്റ് ആയിട്ട് ഇപ്പം തന്നെ സുഖം കിട്ടിയില്ലെങ്കിലും നാളത്തെ സുഖത്തിന് വേണ്ടി ഇന്ന് അധ്വാനിക്കുന്നവരാണ്. ടുമാറോ സക്സസ് ടുഡേസ് ബിഗിൻ. നാളത്തെ വിജയത്തിന് ഇന്ന് തുടങ്ങണം. അതാണ് SSF മുഴുവൻ ജില്ലകളിലും സ്റ്റുഡൻസ് ഗാല എന്ന പേരിൽ നോ ക്യാപ്. മോനെ പറയുന്നത് പൊള്ളല്ല, തള്ളല്ല. ഇറ്റ്സ് ടുമാറോ, നാളെ ആയിട്ടുണ്ട്. നീ ഇപ്പോഴും സുഖത്തിലും റീൽസിലും ജീവിക്കുന്നതിന് പകരം കുറച്ച് അധ്വാനിക്കൂ, പഠിക്കൂ, വിജയിക്കാനുള്ള പണിയെടുക്കൂ, ഇബാദത്തുകൾ കൊണ്ട് സമ്പന്നമാക്കൂ. ഇതാണ് ഈ പറയുന്നതിന്റെ താല്പര്യം.